യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ണ് കാണിക്കാനാണ്. ഇവർക്ക് കണ്ണ് വയ്യ, കൊച്ചിൻ്റെ കണ്ണൊക്കെ അടിച്ചു പോയി, പവർ കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ, നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഹല്യയാണ്. നമുക്ക് അഹല്യയിലെത്തിയിട്ട് കാണാം. ഹായെങ്കിലും പറയുന്നത് ഹായ്. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ശാന്തതയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഭയങ്കര ശാന്ത എന്നൊക്കെ പറയും, ഭയങ്കര ശാന്തത. എനിക്കറിയിട്ട് കണ്ണ് കാണാതെ അന്തയായിട്ട് വരേണ്ടതാണ് എനിക്ക്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇതിൻ്റെ അർത്ഥം എന്താണ് ഗൈസ് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായി എന്താണത്? എനിക്ക് മനസ്സിലായി. ആളുടെ തല പറഞ്ഞു പോയി. പോയി ഗൈസ്. എസ്സിന് 5 എന്നൊക്കെയാണ് കൊച്ചു വായിച്ചത്. ഓയ്ക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞു. തമ്പുരാനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, എന്താ പറയാനുള്ളത്? എന്താ പ്രശ്നം? കോമഡി ഈ കണ്ണിന് വെള്ളം വരും, പക്ഷെ പ്രശ്നം ഈ കണ്ണിന്. കൊച്ചിന് ഇതിൽ ഫോട്ടോ വേണം. ഇതിൽ കവി എന്താണ് ഉദ്ദേശിച്ചത് എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്താൽ ക്യൂട്ട്നെസ് സെക്കൻഡ് മതി. ഫോട്ടോ എടുത്ത് കണ്ണണിക്കാൻ വേണം. നമ്മളിവിടെ ഫോണും വെച്ച് ബ്ലോഗ് എടുത്ത് നടക്കുകയാണ്. ആളുകൾ ഇറക്കി വിടാണ്ടിരുന്നാൽ നമ്മുടെ ഭാഗ്യം. ഐഷിക്കാണ് കണ്ണിന് പ്രശ്നം. എനിക്കിവിടുന്ന് മനസ്സിലാവുന്ന സാധനം ഓ എന്നാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് ആ സ്ക്രീനിലുള്ള വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ സാധനമാണ് ഇവളീ വായിക്കുന്നത്. ഓ എന്നാണ് ഫസ്റ്റ്. ഇവള് പറഞ്ഞ എസ് കണ്ണു മതി. കാര്യമായ പ്രശ്നമുണ്ട് ഗൈസ് ഈ സാധനത്തിന്. കണ്ണിനല്ല, തലയ്ക്ക്. അങ്ങനെ ഗൈസ് ഫൈനലി ലിനറ്റിൻ്റെ ആഗ്രഹപ്രകാരം കണ്ണാടി വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ കണ്ണാടി വാങ്ങാൻ പോവുകയാണ്. വന്നിരിക്കുക നമ്പർ 1. ഓ എന്നാ പറ്റി ശരി. ഇങ്ങനത്തെ ആണല്ലേ. അങ്ങനെ ഗൈസ് നമുക്ക് അമ്മയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനായ ട്രെൻഡ്സിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഗൈസ് നമ്മുടെ കൺട്രോൾ കൊണ്ട് ഇവിടെ അർഷാദിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ വന്നത്. ബർത്ത്ഡേ പോയി. പക്ഷെ ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടിട്ട് നമ്മുടെ കൺട്രോൾ പോണ്. പൈസ മണ്ടയിലല്ലേ പോയി. അത് ശരി. നമ്മുടെ ലൊക്കേഷൻ എത്തി ഗൈസ്. ഗൈസ് കൊച്ചിനെ വട്ടായി. കാണുന്ന എല്ലാം കൊള്ളാമെന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. തപ്പി തപ്പി ഫസ്റ്റ് ഓപ്ഷൻ കൺഫ്യൂഷനായി ഗൈസ്. എന്തെടുക്കണം അറിയില്ല. പച്ച മഞ്ഞ. അങ്ങനെ നമ്മൾ ഇതിലെത്തി നിൽക്കുകയാണ് ഗൈസ്. ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാൻ കിട്ടണം. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ എന്താണ് ഇപ്പം ഇവിടെ ചെയ്യുന്നത് ലിനറ്റ്? വെറുതെ നോക്കുക, ഒന്നും മേടിക്കാതെ ഇനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. പക്ഷേ ഒരക്ക് മാത്രം കുറവൊന്നുമില്ല. ഇതിൻ്റെ വില, ഇതിൻ്റെ വില നീ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് നിൽക്കുക. എന്ത് വേണോ വാങ്ങിത്തരാം. പറ പറ വെച്ചോ. പുറകെ നോക്കില്ല. ഫ്രണ്ട് 50യോ? 50 ഉറപ്പിച്ചു. 2 3 ഗൈസ് ഈ ഒരു സാധനത്തിൻ്റെ വിലയാണ് 500 രൂപ. ഡു യു ബിലീവ് ദിസ്? അങ്ങനെ നമ്മൾ ബില്ലിങ്ങിന് പോവുകയാണ് ഗൈസ്. ബില്ലിങ് എനിക്ക് വേറെ ഒന്നും വേണ്ട. ചോദിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കും. മൂന്നാമത്തെ പട്ടി ചവിട്ടൽ, മൂന്നാമത്തെ ലൊക്കേഷനിലോ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷനിലോട്ട് പോകാൻ ആളുകളുടെ നോക്കുക. നമുക്ക് ഞാൻ ഏതുവരെ യൂട്യൂബർ ആണ്. നല്ല വിശപ്പ്. കോളേജ് കഴിഞ്ഞൊരു ഭാഗം കയറ്റിട്ടില്ല. സോ നമ്മൾ ഗരം മസാലയിൽ പോയി എന്തെങ്കിലും തിന്നാന്ന് വെച്ചപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഇങ്ങനെയായിരിക്കണം പപ്പന്മാരായ ഫുഡ് വാങ്ങി കൊടുക്കണം. അമ്മേ എനിക്ക് വയ്യ.
നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അമ്മ ഉണ്ട് കേട്ടോ, പക്ഷെ അമ്മയ്ക്ക് ബ്ലോഗിൽ കയറേണ്ടത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയാക്കി നമ്മുടെ ക്യാമറ. പൊറോട്ട കഴിക്കാൻ അമ്മ സമ്മതിക്കില്ല. 2 സെക്കൻഡ് മുമ്പ് ഈ പെണ്ണിനെ പുറത്ത് വെച്ചാൽ എനിക്ക് പൊറോട്ട തിന്നേ പറ്റൂ, നല്ല മണം വരും. ഇപ്പൊ പൊറോട്ട വേണ്ടെന്ന് ഇരിക്കുന്ന കണ്ടില്ലേ? പൊറോട്ട അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. വിശ്വസിക്കട്ടെ, വരച്ച വെള്ളത്തില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ബട്ടർ ചിക്കൻ, ഇവൾക്കൊരു ചിക്കൻ ബിരിയാണി, പിന്നെ അമ്മയ്ക്കൊരു ഫ്രൂട്ട് സലാഡ് വേണം. അത് വരണം. അപ്പം നമുക്ക് വന്നിട്ട് ബാക്കി കാണാം. കണ്ടോ ഗായ്സ്? ഹായ്. മൈൻഡില്ല ഗായ്സ്, മൈൻഡില്ല. ഇങ്ങ് വരുന്നോ? അമ്മയ്ക്ക് വീഡിയോ തരണം. വേണ്ടത്ര നമ്മൾ പിന്നെ ഇതിനെ വലിച്ചു കയറ്റുന്നത് തിന്നുന്നത് നിങ്ങൾ കണ്ട് നമ്മുടെ വയറുള്ള ഓസാണ്. കുറച്ച് കണ്ടാൽ പക്ഷേ ഞാൻ കുറച്ച് അടുക്കത്തൊന്ന് വരുമ്പോൾ എനിക്ക് വിളിക്കാൻ ഭയങ്കര മറന്നു തോന്നുന്നു. എനിക്കിത് തിന്നാൻ പറ്റുമോന്നൊരു സംശയമുണ്ട്. ഈ തലവേദനയൊക്കെ എടുത്തിരിക്കുമ്പോഴേക്കും പുറത്ത് വന്നു നമ്മുടെ ഫ്രൂട്ട് സലാഡും വന്നു. പിന്നെ നമ്മൾ അറിയാണ്ട് പറഞ്ഞല്ലേ മങ്ങേരി കേട്ടും തോന്നിട്ട് അതും വന്നിട്ടുണ്ട്. പൈസ ഞാൻ എടുക്കുന്ന അറിയാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ്. എന്താണ് പറയാനുള്ളത്? തലവേദന എടുത്തിരിക്കുകയായിരുന്നു. ഫുഡ് വെച്ചിട്ട് ഇച്ചിരി സമാധാനമുണ്ട്. ഭക്ഷണം മുമ്പേ വന്നപ്പോൾ അവൾക്ക് തിന്നാൻ പറ്റില്ല, പക്ഷെ മൊത്തം കയറ്റിട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മൾ കുളിച്ച് എല്ലാം പോയി. ഹലോ ഗൈസ്, നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. യൂട്യൂബിൽ കണ്ട് അപ്പോൾ അത്ര എന്താ പണി മതി? ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, പിന്നെ കിടന്നുറങ്ങുക. അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. മതിയായി, എനിക്ക് ഉറക്കം വരുന്നു. എൻ്റെ കണ്ണൊക്കെ ദിപ്പടയെന്ന് പറഞ്ഞിരിക്കും, പക്ഷെ അറിയില്ല. എനിവേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.